ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാന നഗരവും മധ്യേഷ്യയിലെ ഏറ്റവും മനോഹരമായ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നുമാണ് താഷ്കെന്റ്. പാരമ്പര്യവും ആധുനിക നഗരജീവിതവും ഒരുമിച്ച് അനുഭവിക്കാനാകുന്ന അപൂർവ നഗരങ്ങളിലൊന്നും. ഭംഗിയാർന്ന മസ്ജിദുകളും പുരാതന സ്മാരകങ്ങളും നഗരത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ വിളിച്ചോതുന്നു. വർണ്ണാഭമായ ബസാറുകളും തനത് ഉസ്ബക്ക് വിഭവങ്ങളുടെ രുചിയും വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. വിശാലമായ റോഡുകളും പാർക്കുകളും താഷ്കെന്റിന് പ്രത്യേക ഭംഗി നൽകുന്നു. സമാധാനവും സൗന്ദര്യവും ഒരുപോലെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താഷ്കെന്റ് ഒരു സ്വപ്നഗമ്യ സ്ഥാനമാണ്. പോകാം താഷ്കെന്റിന്റെ മനോഹര കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് താഷ്കെന്റ് നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം താഷ്കെന്റ് ടെലിവിഷൻ ടവർ ആൻഡ് ബെഷ് കൊസോൺ റെസ്റ്റോറന്റ്, തുടർന്ന് ഹസ്രാത്തി ഇമാം കോംപ്ലക്സ്, പിന്നെ ചോർസു ബസാർ ആൻഡ് കോക്കൽ ദോഷ് മദ്രസ. അടുത്തതായി മാജിക് സിറ്റി, തുടർന്ന് ഇൻഡിപെൻഡൻസ് സ്ക്വയർ, അവിടെ നിന്നും താഷ്കെന്റ് മെട്രോ, തുടർന്ന് അമീർ തിമൂർ സ്ക്വയർ, അടുത്തതായി ഉസും ഫെർമർ വൈനറി, അവിടെ നിന്നും അമീർ സോയി, അവസാനമായി ഷിൻഗാൻ മൗണ്ടൻ. താഷ്കെന്റിന്റെ പ്രധാന ലാൻഡ്മാർക്കുകളിൽ ഒന്നായ താഷ്കെന്റ് ടെലിവിഷൻ ടവറിൽ നിന്നും ഈ യാത്ര ആരംഭിക്കാം. ആന്റിന ഉൾപ്പെടെ 375 മീറ്റർ ഉയരമുണ്ട് ഈ ടവറിന്. 4 കാലുകൾ തറയിൽ ഊന്നിയുള്ള ടവറിന്റെ ഡിസൈൻ കാഴ്ചയിൽ രസകരമാണ്. 2 ഇടങ്ങളിലായുള്ള പ്ലാറ്റ്ഫോമുകളും പുറത്തുനിന്നും കാണാൻ കഴിയും. രാത്രിയിൽ പല നിറങ്ങളിൽ ടവർ ലൈറ്റപ്പ് ചെയ്യാറുണ്ട്. അതിനാൽ പകലെന്ന പോലെ രാത്രിയിലും ഈ ടവർ ഒരു ഗംഭീര കാഴ്ചയാണ്. ഏതാണ്ട് 100 മീറ്റർ ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡെക്കും മുകൾ നിലയിലുള്ള റിവോൾവിംഗ് റെസ്റ്റോറന്റുമാണ് താഷ്കെന്റ് TV ടവറിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങൾ. താഴെ നിന്നും ടിക്കറ്റ് എടുത്ത് ഹൈസ്പീഡ് എലിവേറ്ററിൽ കയറിയാൽ ഒബ്സർവേഷൻ ഡെക്കിൽ എത്താനാകും. ഇവിടെ നിന്നും ഗ്ലാസ് പാകിയ വശങ്ങളിലൂടെ നഗരം പൂർണ്ണമായും കാണാം. ടവറിലെ പ്രധാന അട്രാക്ഷനുകളിൽ ഒന്നാണ് റിവോൾവിംഗ് റെസ്റ്റോറന്റ്. സാവധാനം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണശാലയാണ് റിവോൾവിംഗ് റെസ്റ്റോറന്റ്. രുചികരമായ മധ്യേഷ്യൻ വിഭവങ്ങൾ ഈ റെസ്റ്റോറന്റിൽ ലഭിക്കും. ഇവിടെ ഇരുന്നു കൊണ്ട് ഒരേ സമയം ഭക്ഷണം ആസ്വദിക്കാനും ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനും കഴിയും. ഇനി നാം പോകുന്നത് താഷ്കെന്റ് ടെലിവിഷൻ ടവറിന് തൊട്ടടുത്തുള്ള പിലാഫ് സെന്ററിലേക്കാണ്. ബിരിയാണിയുടെ മറ്റൊരു പതിപ്പായ പിലാഫ് എന്ന വിഭവം വിളമ്പുന്ന ബെഷ് കൊസോൺ എന്നു പേരുള്ള റെസ്റ്റോറന്റ്. താഷ്കെന്റിലെ ഏറ്റവും പ്രസിദ്ധമായ ഭക്ഷണശാലകളിൽ ഒന്നുകൂടിയാണ് ബെഷ് കൊസോൺ. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് അടുക്കളയിൽ പ്രവേശിക്കാനും പാചകം നേരിട്ട് കാണാനും കഴിയും. വിശാലമായ അടുക്കളയിൽ പല അടുപ്പുകളിലായിട്ടാണ് പിലാഫ് തയ്യാറാക്കുന്നത്.
ഒലിവെണ്ണയിൽ നെയ്യ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ചേർത്തുള്ള പാചകവും പാകം ചെയ്യുന്ന രീതിയുമെല്ലാം വ്യത്യസ്തമായ കാഴ്ചയായിരിക്കും. അരിയോടൊപ്പം ചേർക്കുന്ന മറ്റ് ചേരുവകൾ പ്രത്യേകം തയ്യാറാക്കിയ ശേഷം ഒരുമിച്ച് കൂട്ടിയിളക്കി വിളമ്പുകയാണ് ചെയ്യുന്നത്. അടുക്കളയിൽ നിൽക്കുമ്പോൾ പിലാഫിന്റെ ഗന്ധം നാവിൽ കൊതിയുണർത്തും. ഭക്ഷണം കഴിക്കാനായി ഇതിനോട് ചേർന്ന് തന്നെ ഒരു AC റെസ്റ്റോറന്റ് ഒരുക്കിയിട്ടുണ്ട്. അടുക്കളയുടെ കാഴ്ചകൾ കണ്ട ശേഷം റെസ്റ്റോറന്റിലെത്തി ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാം. ഒരു ഇസ്ലാം മത കേന്ദ്രമാണ് അടുത്തതായി കാണേണ്ടത്. ഹസ്രാത്തി ഇമാം കോംപ്ലക്സ്. മദ്രസയും മോസ്കുകളും ശവകുടീരങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന സമുച്ചയം. 16-ാം നൂറ്റാണ്ട് മുതൽ താഷ്കന്റ് നഗരത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇവിടം. മതപരമായ പ്രാധാന്യത്തിന് ഇപ്പോഴും കുറവൊന്നും വന്നിട്ടുമില്ല. ബരാഖ് ഖാൻ മദ്രസയാണ് ഹസ്രാത്തി ഇമാം കോംപ്ലക്സിലെ ഒരു പ്രധാന ഭാഗം. നീല നിറത്തിലുള്ള കുംഭഗോപുരങ്ങൾ, മനോഹരമായ ടൈൽ വർക്കുകൾ, ഇസ്ലാമിക് ശൈലിയിലുള്ള ഡിസൈൻ എന്നിവയെല്ലാം മദ്രസയെ സുന്ദരമായ കാഴ്ചയാക്കി മാറ്റുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഖുർആൻ ലിഖിതങ്ങളിൽ ഒന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്നതാണ് മദ്രസയുടെ മറ്റൊരു സവിശേഷത. ഇതുകൂടാതെ വേറെയും സവിശേഷമായ ഖുർആൻ കോപ്പികൾ മദ്രസയിലുണ്ട്. ഉസ്ബെക്ക് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന സ്റ്റാളുകളും മദ്രസയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. പെയിന്റ് ചെയ്ത ടൈലുകൾ, ഉസ്ബെക്ക് പരമ്പരാഗത വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയെല്ലാം സ്റ്റാളുകളിൽ ലഭിക്കും. ഹസ്രാത്തി ഇമാം മോസ്കാണ് കോംപ്ലക്സിലെ അടുത്ത പ്രധാന നിർമ്മിതി. വലിയ പ്രയർ ഹാളും മനോഹരമായ കൊത്തുപണികളുമായി ഈ മന്ദിരവും സന്ദർശക ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. അടുത്തതായി കാണേണ്ടത് സോവിയറ്റ് ആർക്കിടെക്ചറിന്റെ സൗന്ദര്യം പ്രകടമാകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ചോർസു ബസാർ. ഇതൊരു ലോക്കൽ മാർക്കറ്റാണ്. പഴവും പച്ചക്കറിയും മത്സ്യവും മാംസവും എന്ന് തുടങ്ങി ദൈനംദിന ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്ന ഒരു ചന്ത. ഈ മാർക്കറ്റിനെ ആകർഷകമാക്കുന്ന പ്രധാന ഘടകങ്ങൾ മന്ദിരത്തിന്റെ രൂപകൽപ്പനയും പ്രവർത്തന രീതിയുമൊക്കെയാണ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്തൃതിയുണ്ട് കെട്ടിടത്തിന്. തൂണുകളില്ലാത്ത മേൽക്കൂര മുകളിൽ കുട പോലെ വിടർന്നു നിൽക്കുന്നു. ത്രികോണാകൃതിയിലുള്ള പാറ്റേണുകൾ കൂട്ടിയിണക്കിയുള്ള ഡിസൈൻ തികച്ചും വ്യത്യസ്തമാണ്. ഉള്ളിൽ സ്റ്റാളുകളും വൃത്താകൃതിയിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. ഏറ്റവും മധ്യത്തിലായി ഒരു സ്തൂപവും കാണാനാവും. സോവിയറ്റ് യൂണിയനിലെ വിദഗ്ധരായ ആർക്കിടെക്റ്റുകളാണ് ഈ മാർക്കറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. ഒരു ലോക്കൽ മാർക്കറ്റ് ആണെങ്കിലും നിർമ്മാണത്തിൽ നൽകിയിട്ടുള്ള ശ്രദ്ധ എടുത്തു പറയണം. ഗ്രൗണ്ട് ഫ്ലോർ കൂടാതെ ഒരു ബാൽക്കണിയും കൂടി കെട്ടിടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഉണങ്ങിയ പഴങ്ങളും മസാലക്കൂട്ടുകളുമൊക്കെയാണ് ബാൽക്കണിയിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. സാധനങ്ങൾ വാങ്ങാനായി നഗരത്തിലെ സാധാരണക്കാരായ ആളുകൾ ധാരാളമായി എത്തുന്ന ചന്തയാണിത്. ഉസ്ബെക്ക് സംസ്കാരവും പ്രാദേശിക ജീവിതവും അടുത്തറിയാൻ ഈ മാർക്കറ്റ് സന്ദർശിച്ചാൽ മതി. കോക്കൽദോഷ് മദ്രസയാണ് ഇനി നമുക്ക് കാണേണ്ട ഡെസ്റ്റിനേഷൻ. 4.5 നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള മതപഠന കേന്ദ്രമാണിത്.
ഇസ്ലാമിക് ശൈലി അടിസ്ഥാനമാക്കിയുള്ള ഉസ്ബെക്ക് ആർക്കിടെക്ചറിൽ മദ്രസ മന്ദിരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇഷ്ടികകൾ അടുക്കിയുള്ള പ്രാദേശിക നിർമ്മാണ രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ജിയോമെട്രിക് പാറ്റേണുകളിൽ ടൈലുകൾ പാകി മോടി പിടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അലങ്കാര പണികൾ മദ്രസ മന്ദിരത്തിന് സവിശേഷമായ ഭംഗി പകരുന്നുണ്ട്. മദ്രസയ്ക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ നാം ചെന്നെത്തുക ഒരു നടുമുറ്റത്തേക്കാണ്. ചുറ്റും ഇരുനില കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന വിശാലമായ കോർട്ടിയാണ്. ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യാനം പോലെ തയ്യാറാക്കിയിട്ടുള്ള നടുമുറ്റവും ആകർഷകമായ കാഴ്ചയാണ്. പല കാലങ്ങളിലായി വിവിധ ആവശ്യങ്ങൾക്ക് ഈ മന്ദിരം ഉപയോഗിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇവിടെ പഠനം. മതത്തിന്റെ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കലകൾ, കാലിഗ്രഫി എന്നിവയൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നു. ഇനി കാണേണ്ടത് മാജിക് സിറ്റി എന്ന എന്റർടൈൻമെന്റ് സെന്ററാണ്. മാജിക് സിറ്റി കാണുമ്പോൾ ആദ്യ കാഴ്ചയിൽ അമ്യൂസ്മെന്റ് പാർക്ക് ആണെന്നേ തോന്നൂ. ഡിസൈനിങ്ങിലൂടെ ഇവിടെ ഒരു സാങ്കല്പിക ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ്. രാത്രിയിൽ ലൈറ്റപ്പ് ചെയ്യുന്നതോടെ മാജിക് സിറ്റി കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയായി മാറുകയും ചെയ്യും. നൈറ്റ് ലൈഫ് സംസ്കാരത്തിന് ചേരും വിധമുള്ള രൂപകൽപ്പന. പകലും രാത്രിയും സജീവമാണെങ്കിലും സന്ധ്യയ്ക്ക് ശേഷമാണ് ഇവിടെ ജനത്തിരക്കുണ്ടാവുക. ആളുകൾക്ക് ഒത്തുകൂടാനും ആനന്ദിക്കാനും വേണ്ടതെല്ലാം മാജിക് സിറ്റിയിൽ ഒരുക്കിയിരിക്കുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു മോഡേൺ മാളിനുള്ളിൽ എത്തിയ പ്രതീതിയാണ് ഉണ്ടാവുക. ആഗോള ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകൾ, സുവനീർ ഷോപ്പുകൾ എന്നിവയെല്ലാം പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്. ത്രില്ലടിപ്പിക്കുന്ന അമ്യൂസ്മെന്റ് റൈഡുകളും ധാരാളം. ഭക്ഷണം വിളമ്പുന്ന സ്റ്റാളുകളും കിയോസ്കുകളും റെസ്റ്റോറന്റുകളും എല്ലായിടത്തും സജ്ജമാണ്. കഴിക്കാനായി വഴിയോരത്ത് മേശയും കസേരകളും നിരത്തിയിട്ടുണ്ട്. മാജിക് സിറ്റിയിലെ ഏറ്റവും ആകർഷകമായ കാഴ്ച ഒരു മ്യൂസിക് ഫൗണ്ടനാണ്. സിൻഡർല കാസിൽ പോലൊരു നിർമ്മിതിയുടെ പശ്ചാത്തലത്തിൽ അരങ്ങേറുന്ന പ്രദർശനം. സായാഹ്നം മുതൽ 1 മണിക്കൂർ ഇടവിട്ട് ഇവിടെ ഷോ ഉണ്ടാകും. പ്രദർശനം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഒത്തുകൂടുക. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇൻഡിപെൻഡൻസ് സ്ക്വയർ ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ താഷ്കന്റ് നഗരത്തിന്റെ കേന്ദ്രസ്ഥാനമായ പ്രദേശം. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സ്ക്വയർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഉസ്ബെക്ക് ജനതയ്ക്ക് വേണ്ടി പോരാടി മരിച്ചവരുടെ സ്മാരകമായും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സ്ക്വയറാണിത്. പ്രാദേശികമായി മാർട്ടയേഴ്സ് സ്ക്വയർ എന്ന പേരിലും ചത്വരം അറിയപ്പെടുന്നു. ഒരു ഫൗണ്ടനും ആർച്ചും ഉൾപ്പെടുന്നതാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയറിന്റെ പ്രധാന ഭാഗം. റോഡിനോട് ചേർന്നുള്ള പ്ലാറ്റ്ഫോമിൽ മീറ്ററുകളോളം നീളത്തിൽ പല നിരകളിലായി ഫൗണ്ടൻ പണി കഴിപ്പിച്ചിരിക്കുന്നു. ഇതിനപ്പുറം ആർച്ച് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന കമാനമാണുള്ളത്. രാജ്യം സോവിയറ്റ് ആധിപത്യത്തിൽ നിന്നും മുക്തമായതിന്റെ ഓർമ്മ പുതുക്കുന്ന സ്മാരകമാണിത്. ഫൗണ്ടനും ആർച്ചിനും പിന്നിൽ
പുൽത്തകിടിയും ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിച്ച മനോഹരമായ ഉദ്യാനം കാണാം. നഗരത്തിരക്കുകൾക്കിടയിൽ നിന്നും മാറി അല്പസമയം വിശ്രമിക്കാൻ ഇവിടം അനുയോജ്യമാണ്. കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന നഗരത്തിന്റെ ദൃശ്യങ്ങളും ഉദ്യാനത്തിൽ നിന്നും കാണാനാകും. രാത്രിയിൽ ഉദ്യാനം മനോഹരമായി ലൈറ്റപ്പ് ചെയ്യുന്നതോടെ ഫൗണ്ടനും ആർച്ചുമെല്ലാം കൂടുതൽ ആകർഷകമായ കാഴ്ചയായി മാറും. ആളുകൾ കൂടുതലായി ഇവിടേക്ക് എത്തുന്നതും സായാഹ്നത്തിലാണ്. സ്ക്വയറിന് സമീപത്തുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ആർട്ട് ഗാലറി ഓഫ് ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്ക് സംസ്കാരത്തിന്റെ കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുള്ള മ്യൂസിയം. മറ്റൊന്ന് റൊമാനോവ് പാലസ് എന്ന കൊട്ടാരമാണ്. റഷ്യൻ ചക്രവർത്തി നിക്കോളാസ് ഒന്നാമന്റെ പേരക്കിടാവ് താമസിച്ചിരുന്ന മന്ദിരമാണിത്. ഇനി നമുക്ക് താഷ്കന്റ് മെട്രോയുടെ കാഴ്ചകളിലേക്ക് പോകാം. സോവിയറ്റ് കാലത്ത് പണി കഴിപ്പിച്ച ഭൂഗർഭ യാത്രാ സംവിധാനമാണിത്. നഗരത്തിലെ ഗതാഗതത്തിന്റെ നട്ടെല്ല് എന്നു തന്നെ മെട്രോയെ വിശേഷിപ്പിക്കാനാകും. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയെല്ലാം ഈ ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ കുറഞ്ഞ ചെലവിൽ വിവിധ ഡെസ്റ്റിനേഷനുകളിലേക്ക് എത്താൻ കഴിയും. നഗരത്തിലെ ജനങ്ങളുടെ ജീവിതവും അതോടൊപ്പം ഇവിടെ അടുത്തു കാണാം. ടിക്കറ്റ് എടുത്ത് മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം നിങ്ങളൊന്ന് അമ്പരന്നു പോകും. പൊതുസ്ഥലത്തെ പറ്റിയുള്ള നമ്മുടെ ധാരണകൾക്ക് വിരുദ്ധമായി ഒരു കൊട്ടാരത്തിന് ഉൾവശം പോലെ സുന്ദരമാണ് താഷ്കന്റിലെ മെട്രോ സ്റ്റേഷനുകൾ. ഓരോ സ്റ്റേഷനും ഓരോ തീമിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചില സ്റ്റേഷനുകളിൽ കൊത്തുപണികളും തൂക്കുവിളക്കുകളും മറ്റും അലങ്കാരം തീർക്കുമ്പോൾ മറ്റിടങ്ങളിൽ മനോഹരമായ ചുവർചിത്രങ്ങളാവും ഉണ്ടാവുക. ഇവിടുത്തെ മെട്രോ കോച്ചുകൾക്കും പ്രത്യേകതയുണ്ട്. സോവിയറ്റ് കാലത്തെ കോച്ചുകൾ ഇന്നും താഷ്കന്റിൽ സർവീസ് നടത്തിവരുന്നു. പ്രവർത്തനത്തിലും പഴമയുടെ ലക്ഷണങ്ങൾ പ്രകടമായി കാണാം. ഇത് കൂടാതെ പുതിയ കാലത്തെ ട്രെയിനുകളും സർവീസ് നടത്തുന്നുണ്ട്. അമീർ തിമൂർ സ്ക്വയർ ആണ് ഇനി കാണേണ്ടത്. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ലാൻഡ്സ്കേപ്ഡ് ഉദ്യാനമാണിത്. ഉസ്ബെക്ക് പാരമ്പര്യവും ദേശീയതയും കൂട്ടിയിണക്കി ഈ ഉദ്യാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 14-ാം നൂറ്റാണ്ടിൽ നാട് ഭരിച്ചിരുന്ന തിമൂർ ചക്രവർത്തിയുടെ പ്രതിമ സ്ഥാപിക്കാനും പേര് അമീർ തിമൂർ എന്ന് നൽകാനും കാരണം അതാണ്. ചരിത്രപരമായ സവിശേഷതകളും കാഴ്ചയിലുള്ള ഭംഗിയും പാർക്കിനെ ടൂറിസ്റ്റുകൾക്കിടയിൽ ശ്രദ്ധേയമാക്കുന്നുണ്ട്. പുൽത്തകിടികൾ, മരങ്ങൾ, ഫൗണ്ടനുകൾ, നടപ്പാതകൾ എന്നിവയെല്ലാം ഉദ്യാനത്തിൽ മനോഹരമായി കൂട്ടിയിണക്കിയിരിക്കുന്നു. സന്ധ്യയാകുന്നതോടെയാണ് ഇവിടേക്ക് സന്ദർശകർ കൂടുതലായി എത്തിത്തുടങ്ങുക. ശാന്തവും സുഖകരവുമായ അന്തരീക്ഷത്തിൽ അവർ കുശലം പറഞ്ഞിരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യും. രാത്രിയിൽ ലൈറ്റുകൾ തെളിയുന്നതോടെ ഉദ്യാനം കൂടുതൽ ആകർഷകമാവുകയും ചെയ്യും. നിരവധി മ്യൂസിയങ്ങൾ പാർക്കിന് ചുറ്റുമായി പ്രവർത്തിക്കുന്നുണ്ട്. അമീർ തിമൂർ മ്യൂസിയം, സ്റ്റേറ്റ് ഹിസ്റ്ററി മ്യൂസിയം എന്നിവയാണ് അതിൽ പ്രധാനം. സോവിയറ്റ് കാലത്തിന്റെ ഓർമ്മയായ ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലും ഇവിടൊരു വേറിട്ട കാഴ്ചയാണ്. മുന്തിരിത്തോട്ടങ്ങൾക്കും വൈൻ നിർമ്മാണത്തിനും പ്രസിദ്ധമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇനി നാം പോകുന്നത് താഷ്കന്റിന് അടുത്തുള്ള ഒരു വൈനറിയിലേക്കാണ്.
ഉസും ഫെർമർ. മുന്തിരിപ്പാടങ്ങളും വൈൻ നിർമ്മാണ കേന്ദ്രവും ഉൾപ്പെടുന്ന സമുച്ചയം. മുന്തിരി കൃഷിയോടൊപ്പം പൂക്കളുടെ അടക്കം മറ്റ് കൃഷികളും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിറപ്പകിട്ടാർന്ന ദൃശ്യങ്ങൾ വൈൻയാർഡിലൂടെ നടക്കുമ്പോൾ കാണാനാകും. ഇതിനിടയിൽ ഷെഡുകൾ കെട്ടി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. രുചികരമായ ഭക്ഷണം നുകർന്നും കുശലം പറഞ്ഞും ഇവിടെ സമയം ചിലവഴിക്കാം. വൈൻയാർഡും വൈനറിയും കാണാൻ ഉസും ഫെർമറിൽ ഫാം ടൂർ ഒരുക്കിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ ചരിത്രം മുതൽ വൈൻ തയ്യാറാക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളും വൈൻ സൂക്ഷിക്കുന്ന അറകളുമെല്ലാം ടൂറിന്റെ ഭാഗമാണ്. അവസാനം വൈനുകൾ രുചിച്ചു നോക്കാനും അവസരം നൽകും. അതിനുശേഷം താൽപ്പര്യമുള്ള വൈനുകൾ ഇവരുടെ ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങാം. അമീർ സോയി എന്ന മൗണ്ടൻ റിസോർട്ടിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. താഷ്കന്റിൽ നിന്നും ഏതാണ്ട് 70 കിലോമീറ്റർ അകലെയാണ് അമീർ സോയ് ഹിൽ സ്റ്റേഷൻ. ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും വലിയ മൗണ്ടൻ റിസോർട്ടാണിത്. വിസ്തൃതി 900 ഹെക്ടറോളം വരും. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ കേബിൾ കാർ റൈഡാണ്. 7 കിലോമീറ്ററോളം നീളമുള്ള ലൈനിലൂടെ മലനിരകളുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് സഞ്ചരിക്കാം. ശൈത്യത്തിൽ ഈ കാഴ്ചകൾ അതിഗംഭീരമാവുകയും ചെയ്യും. കേബിൾ കാറിൽ കയറിയാൽ ആദ്യം ചെന്നെത്തുക സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ള വിസിറ്റേഴ്സ് ഏരിയയിലാണ്. റെസ്റ്റോറന്റുകൾ, കഫേകൾ, സുവനീർ ഷോപ്പുകൾ എന്നിവയെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മുന്നോട്ടു പോയാൽ മലയുടെ ഏറ്റവും മുകളിലുള്ള ഒബ്സർവേഷൻ ഡെക്കിലെത്താം. മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ പനോരമിക് കാഴ്ചയാണ് ഇവിടുത്തെ ആകർഷണം. കൂടാതെ സൂര്യോദയ, സൂര്യാസ്തമയ ദൃശ്യങ്ങളും ഗംഭീരമായ അനുഭവമായിരിക്കും. വേനലിലും ശൈത്യത്തിലും അമീർ സോയ് മൗണ്ടൻ റിസോർട്ട് ഒരുപോലെ സജീവമാണ്. ശൈത്യത്തിലാണ് ഇവിടെ സഞ്ചാരികൾ കൂടുതലായി എത്തുക. ഡിസംബർ മുതൽ മാർച്ച് വരെ തണുപ്പുകാലം നീണ്ടു നിൽക്കും. സ്കീയിങ്, സ്നോബോർഡിംഗ്, സ്ലെഡിംഗ് തുടങ്ങിയ വിന്റർ ആക്ടിവിറ്റികൾ അപ്പോഴിവിടെ ആസ്വദിക്കാം. സ്കീയിങ് പരിശീലനത്തിനും വിന്ററിൽ ധാരാളം ആളുകൾ എത്തുന്നു. അതുപോലെ സമ്മറിലും രസകരമായ ഒട്ടേറെ വിനോദങ്ങൾ സജ്ജമാണ്. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് സമ്മർ സീസൺ. സമ്മറിൽ ഹൈക്കിങ്ങും ട്രെക്കിങ്ങും ഒക്കെയാണ് സഞ്ചാരികൾക്ക് താൽപ്പര്യം. അവസാനമായി ഷിൻഗാൻ മലയോര സുഖവാസ കേന്ദ്രത്തിലേക്ക് പോകാം. ഉസ്ബെക്കുകാർ മാത്രമല്ല, സമീപ രാജ്യങ്ങളിൽ നിന്നുപോലും ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടമാണിത്. നിരവധി റിസോർട്ടുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രാദേശികമായി സോവിയറ്റ് കാലത്ത് നൽകിയിരുന്ന സാനിറ്റോറിയം എന്ന പേരിൽ ഹോട്ടലുകൾ അറിയപ്പെടുന്നു. വിനോദത്തിനായി താമസിക്കുന്ന ഇടം എന്നർത്ഥം വരുന്ന വാക്കാണിത്. ശൈത്യത്തിൽ ഈ പ്രദേശത്തെല്ലാം നല്ല കനത്തിൽ മഞ്ഞു മൂടും. അപ്പോൾ ഒരു സ്കീയിങ് ഡെസ്റ്റിനേഷനായും ഇവിടെ മാറും. ഷിൻഗാനിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഷിർവാക്ക് റിസർവോയർ. മലനിരകൾക്കിടയിൽ ഡാം പണികഴിപ്പിച്ചപ്പോൾ രൂപം കൊണ്ട തടാകം.
തടാകത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ പലയിടങ്ങളിൽ വ്യൂ പോയിന്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം കുതിരസവാരി ഉൾപ്പെടെ മറ്റ് വിനോദങ്ങളും സജ്ജമാണ്. പിരമിഡ്സ് എന്ന വിശാലമായ ഒരു റിസോർട്ടാണ് ഇവിടെ സന്ദർശിക്കേണ്ട മറ്റൊരു പ്രധാന ഡെസ്റ്റിനേഷൻ. താമസിക്കുന്നതിനൊപ്പം ധാരാളം ആക്ടിവിറ്റികൾക്കുള്ള സൗകര്യങ്ങളും ഇവിടെ സജ്ജമാണ്. അതിലൊന്നാണ് ഷിർവാക്ക് തടാകത്തിലെ ബീച്ച് ഏരിയ. കടൽ തീരമില്ലാത്ത ഉസ്ബെക്ക് ജനതയ്ക്ക് ഇത്തരം ജലാശയങ്ങളാണ് ജലകേളികൾക്ക് ആശ്രയം. അതുകൊണ്ട് തന്നെ ഒരു ബീച്ചിന് സമാനമായ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മധ്യേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ താഷ്കന്റിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. സമ്പന്നമായ സാംസ്കാരിക ചരിത്രവും മനോഹരമായ ഭൂപ്രകൃതിയും ഈ നഗരത്തിന്റെ സവിശേഷതകളാണ്. ചരിത്ര സ്മാരകങ്ങളും ആധുനിക നഗര സൗന്ദര്യവും വിവിധ സീസണുകളിലെ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളും കൊണ്ട് താഷ്കന്റ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു.